എല്ലാവരും ഹാജരായ ഒരു ദിവസത്തെ സ്കൂൾ അസംബ്ലിയിൽ രാജുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 16-ാമതും പിറകിൽ നിന്ന് 20-ാമതും ആണ്. രാജുവിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? പൊതുവെ എല്ലാ പരീക്ഷയ്ക്കും ഇതേപോലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഉത്തരം കാണാൻ എന്താ വേണ്ട അറിയോ? ഇപ്പൊ രണ്ടറ്റത്ത് നിന്നുള്ള സംഖ്യകൾ തന്നിട്ടുണ്ട്. ഒരറ്റത്ത് നിന്ന് ഇത്ര, മറ്റേ അറ്റത്ത് നിന്ന് ഇത്ര എന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടണം. അത് രണ്ടും കൂടെ കൂട്ടുക. എന്നിട്ടോ അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അത് ഉത്തരമാണ്. ഇവിടെ ഇപ്പം എന്താ, മുമ്പിൽ നിന്ന് 16-ാമത്, പിന്നിൽ നിന്ന് 20-ാമത്, 16ഉം 20ഉം കൂടെ കൂട്ടുക, 36-ൽ നിന്ന് ഒന്ന് കുറക്കുക, 35 ആണ് ഇതിന്റെ ഉത്തരം. ആരും തെറ്റായി 36 എന്ന് എഴുതി പോകരുത്. കണക്കിന്റെ ചോദ്യത്തിന്റെ പ്രത്യേകത, നമുക്ക് ഒരു കണക്കും കാണാപാഠം ബൈഹാർട്ട് പഠിക്കാൻ കഴിയില്ല. ചോദ്യം കിട്ടുന്നു, അപ്പൊ നമ്മള് അതിന്റെ വർക്ക്, അതിന്റെ സൊല്യൂഷൻ, പരിഹാരം മനസ്സിൽ കണക്ക് കൂട്ടുന്നു, എന്നിട്ട് അതിന്റെ ഉത്തരം കാണുന്നു. അത്യാവശ്യം ചില കണക്കുകൾ പുസ്തകത്തിലും പേപ്പറിലും ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതും വളരെ സ്പീഡിലായിരുന്നു ചെയ്യാനുള്ള, ചെയ്യാൻ മാത്രം പരീക്ഷയ്ക്ക് സമയമില്ലല്ലോ. അപ്പൊ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് ഇതിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2016 ഫെബ്രുവരി 25-ാം തീയതി തിങ്കളാഴ്ച ആയാൽ 2016 മാർച്ച് 8-ാം തീയതി ഏത് ദിവസമായിരിക്കും? അപ്പൊ ഫെബ്രുവരി 25 അല്ലെങ്കിൽ 25/2/2016 കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 8/3/2016. ഇത് തിങ്കളാണ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ചുടിഞ്ഞ് ആലോചിക്കണ്ട. നമ്മള് 8-ാം തീയതി, മാർച്ച് 8-ാം തീയതി ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാൻ മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. കാരണം 1-ാം തീയതിയും 8-ാം തീയതിയും ഒരേ ദിവസമായിരിക്കുമല്ലോ, ഒരാഴ്ച ആണല്ലോ. പക്ഷെ ഇവിടുത്തെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതകൾ എന്താ? ഇത് 2016 ഫെബ്രുവരിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2016 ആവുമ്പം എത്ര ദിവസമുണ്ട്? ഫെബ്രുവരിയില് 29 ദിവസമുണ്ട്. അതൊന്നും മനസ്സിൽ കണ്ടാൽ സംഗതി ഉത്തരം കിട്ടും, അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പം 25-നെ തിങ്കളാഴ്ച എന്ന് പറയുമ്പം 26, 27, 28, 29 വെള്ളി. 29 വെള്ളിയാവുമ്പം 1-ാം തീയതി എത്ര വരും? ശനി വരും. ഓക്കെ, 1-ാം തീയതി ശനിയാവുമ്പം 8-ാം തീയതി ശനിയാഴ്ച തന്നെ. അതാണ് ഉത്തരം. ഓക്കെ, ബോക്സ് എന്നതിനെ OBK എന്നും പെൻ എന്നതിനെ CRA എന്നും കാർ എന്നതിനെ PNE എന്നും കോഡ് ചെയ്താൽ ഗൺ എന്ന് എങ്ങനെ കോഡ് ചെയ്യും? ഇത് ബോക്സ് BOX, അതിനെ OBK, അതാണ് അതിന്റെ കോഡ്. പെൻ PEN, അതിന്റെ കോഡ് എന്താണ്? CRA. പിന്നെ കാർ CAR PNE തന്നിട്ടുണ്ട്. ഇനി GUN, ഇതിന്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. GUN എന്ന വാക്കിന്റെ കോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത്? ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള, ഇതിലെ അക്ഷരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതിലെ അക്ഷരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതിലെ അക്ഷരങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കണം. അത് നമ്മുടെ ഒരു സൂക്ഷ്മതയാണ് വേണ്ടത്, സൂക്ഷ്മമായ നോട്ടം. അതേ വേണ്ടുള്ളൂ. B എന്നത് 2-ാമത്തെ അക്ഷരമാണ്. O എന്നത് 15-ാമത്തെ അക്ഷരം. ഇത് 15-ാമത്തെ അക്ഷരം, ഇത് 2-ാമത്തെ അക്ഷരം. X എന്നുള്ളത് 24-ാമത്തെ അക്ഷരമാണ്. K എന്നുള്ളത് 11-ാമത്തെ അക്ഷരം. അതുപോലെ P എന്നത്, C എന്നത് 3-ാമത്തെ അക്ഷരവും, P എന്നത് O 15 P 16-ാമത്തെ അക്ഷരമാണല്ലോ. ഇത് 5-ാമത്തെ അക്ഷരം, R 18-ാമത്തെ അക്ഷരം.
N 14ാമത്തെ അക്ഷരം, A 1ാമത്തെ അക്ഷരം. അതുപോലെ CAR അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏത്? PNT. ഇത് രണ്ടും സെയിം തന്നെ. CP AN RE അത് രണ്ടും സെയിം. ഇപ്പൊ നമുക്ക് ഇതിലെങ്ങനെ കുഴപ്പമില്ല. എന്താ ഇവ തമ്മിലുള്ള ബന്ധം? കണ്ടില്ലേ? 2 15 15 2 24 11 തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി അല്ലെ? എത്രയാ? 13. 3 13 16, 5 13 18, 1 13 14. അപ്പൊ ഈ 13 എന്ന സംഖ്യ വ്യത്യാസമാണ് ഈ അക്ഷരം തമ്മിലുള്ളത്. ഇപ്പൊ G അറിയാം, 8ാമത്തെ അക്ഷരമാണ്. U N 14ാമത്തെ അക്ഷരമാണ്. U എന്താ പറയാ? RST അല്ലേ? RST. U 21ാമത്തെ അക്ഷരം U വരുന്നത്. അപ്പം 8 13 21ാം അക്ഷരമാണ് ഇവിടെ വരിക. അപ്പൊ U വരുമ്പോ ഇവിടെ G വരും. എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് A ആണ്. അപ്പൊ എന്താ പറഞ്ഞത്? UG. ഓക്കെ, അടുത്ത ചോദ്യം. 0.3333 തുല്യമായ ഭിന്നസംഖ്യ. അതിന്റെ ഓപ്ഷൻ എന്താണ്? 1 3/10, 3/100, 3/10,000, പിന്നെ 1/3. 0.3333 സമാനമായ ഭിന്നസംഖ്യയാണ് ഈ 4 നിന്ന് കണ്ടുപിടിക്കേണ്ടത്. 3/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 0.3 3/100 എന്ന് പറഞ്ഞാലോ അത് 0.03 3/10,000 എന്ന് പറഞ്ഞാലോ അത് 0.003. 0.333 ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഇതാണ് 1/3. ഓക്കെ, അടുത്ത ചോദ്യം. 1/2, 2/3, 3/4 ഇവയുടെ ലസാഗുവാണ് കണ്ടുപിടിക്കേണ്ടത്. 1/2, 2/3, 3/4. 3 ഭിന്നസംഖ്യകളാണ് തന്നിട്ടുള്ളത്. ആ ഭിന്നസംഖ്യകളുടെ ലസാഗുവാണ് കണ്ടുപിടിക്കേണ്ടത്. സാധാരണ എണ്ണൽ സംഖ്യകളുടെയൊക്കെ ലസാഗു കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇത് ഭിന്നസംഖ്യകളുടെ ലസാഗുവാണ്. എന്താ വഴി എന്നറിയോ? അത് പറഞ്ഞുതരാം. അംശങ്ങളുടെ ലസാഗു ബൈ ഛേദങ്ങളുടെ HCF ആണ്. ഭിന്നസംഖ്യകളുടെ ലസാഗു കാണാനുള്ള വഴി എന്താണ്? അംശങ്ങളുടെ LCM കാണുക, അതിനെ ഛേദങ്ങളുടെ ഉസാഖ കൊണ്ട് HCF കൊണ്ട് ഹരിക്കുക. അത്രേ ഉള്ളൂ. ഇവിടെ 1 2 3 ഇവയുടെ ലസാഗു എത്രയാണ്? 6 ബൈ ഛേദങ്ങളുടെ HCF എന്ന് പറഞ്ഞാല് 2 3 4. ഈ 3 സംഖ്യകളുടെയും പൊതുവായി വരുന്ന ഘടകം ഏതാണ്? 1 ആണ്, അല്ലാതെ വേറൊരു സംഖ്യയില്ല. 2ലും 3ലും 4ലും അടങ്ങുന്ന ഒരു ഘടകം 1 മാത്രമാണ്. 6/1 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഈ 3 ഭിന്നസംഖ്യകളുടെ ലസാഗു 6. അടുത്ത ചോദ്യം. 700ന്റെ 20% എത്ര? സിമ്പിൾ ചോദ്യമാണ്. 700 ഗുണിക്കണം 20/100, അതാണ് 20%. ഈ 2 0 പോട്ടെ, ഈ 2 0 പോട്ടെ. 20 ഗുണിക്കണം 7 140. അടുത്തത് A/B സമം 2:3, B/C സമം 4:5, A/B/C. അത് ഞാൻ എഴുതാം. A/B സമം 2:3, B/C സമം 4:5, A/B/C. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണാൻ ഇത്രയേ ഉള്ളൂ. ഇതിലും ഈ അംശബന്ധത്തിലും പൊതുവായുള്ള അക്ഷരം ഏതാണ്? B. ആ അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ ഏതാണ്?
ഇവിടെ 3, ഇവിടെ 4. ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 3 കൊണ്ട് ഇതിനെ ഗുണിക്കുക, ഈ 4 കൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പൊ ഉത്തരായി. 4 കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ എന്താവും? 8 ഈസ്റ്റു, ഇതിനെ ഗുണിക്കുമ്പോൾ എന്താവും? 12 ഈസ്റ്റു. ഇപ്പൊ ഇനി ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കും. ഇപ്പൊ 3 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ 12 തന്നെ. 3 ഗുണിക്കണം 5, 15. A ഈസ്റ്റു B ഈസ്റ്റു C 8 ഈസ്റ്റു 12 ഈസ്റ്റു 15. ഓക്കെ. അടുത്തത്, ഒരു സംഖ്യയുടെ 25% 35% തമ്മിലുള്ള വ്യത്യാസം 250 ആണെങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 25% 35% തമ്മിലുള്ള വ്യത്യാസം 250 ആണ്. സംഖ്യ ഏത്? സിമ്പിൾ ആണ്, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. 25% 35% തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 10%. അതായത് ഒരു സംഖ്യയുടെ 10%ആണ് 250 എന്നർത്ഥം. ഓക്കെ, അത് 250. ഒരു സംഖ്യയുടെ 10% 250 എന്ന് പറയുമ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ എന്താ വഴി എന്നറിയോ? 250 ഗുണിക്കണം 100/10. ഒരു പൂജ്യവും പോയി. 250 ഗുണിക്കണം 10 2500. ഹരണത്തിനെ പ്ലസ് എന്നും മൈനസിനെ ഹരണമെന്നും ഗുണനത്തിനെ വ്യവകലമെന്നും പ്ലസിനെ ഗുണനമെന്നും പ്രസ്താവിച്ചാൽ 50 - 5 ബ്രാക്കറ്റിലാണ് ഹരിക്കണം 30 ഗുണിക്കണം 4 ബൈ 4 + 4 ഗുണിക്കണം 4 ഹരിക്കണം 2 + 12 എത്ര? അപ്പൊ ഈ തന്നിരിക്കുന്ന ഈ ചോദ്യത്തെ നമുക്ക് ഇതിൽ സൂചിപ്പിച്ചതുപോലെ ഡീകോഡ് ചെയ്ത് മാറ്റി എഴുതാം. 50 മൈനസിന് പകരം എന്താണ്? മൈനസിനെ ഹരണം എന്നും ഹരണം 5 ഇത് ബ്രാക്കറ്റിനകത്ത്. ഹരണമാണ് അടുത്ത ചിഹ്നം വരുന്നത്, അത് പ്ലസ് ആക്കി മാറ്റണം. പ്ലസ് 30 ഇവിടെ ഗുണിക്കണം എന്നാണ്. ഗുണിക്കണം എന്നതിന്റെ വ്യവകലനം 4 ബൈ 4 പ്ലസിനെ ഗുണനം എന്നും 4 പിന്നീട് ഗുണനത്തെ വ്യവകലനം എന്നും പിന്നീട് 4 ഹരണത്തെ പ്ലസ് എന്നും അപ്പൊ 2 പിന്നീട് പ്ലസിന് പകരം എന്താ ഉള്ളത്? ഗുണനം എന്നും 12. ഇങ്ങനെ മാറ്റി എഴുതി. ഫസ്റ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ പേപ്പറിനകത്ത്. ഇത് മനസ്സിലൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഇങ്ങനെ ഡീകോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെക്കണം, നമ്മുടെ ഉത്തര പേപ്പറിൽ എഴുതി വെക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ 4 ക്രിയകൾ തന്നാല് 4 അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അങ്ങനെ തരുമ്പോ ഏത് വഴിയിലൂടെയാണ് ഇതിന്റെ ക്രിയകൾ ചെയ്യേണ്ടത് എന്നറിയാല്ലേ? അതെന്താണ്? BODMAS ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ഹരണം ഗുണനം സങ്കലനം വ്യവകലനം ആ ക്രമത്തിൽ ചെയ്യണം. അപ്പൊ ആദ്യം ഇവിടെ ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് അത് എത്രയാ? 50 ഹരിക്കണം 5 ആണ്. അത് എത്ര വരും? 10 പ്ലസ് 30 മൈനസ് 4 ബൈ ഹരണം കഴിഞ്ഞാല് പിന്നെ ചെയ്യണെന്താ? ഗുണനമാണ്. ഇവിടെ 2 ഗുണനമുണ്ട്. അപ്പൊ ആദ്യം അത് ചെയ്യാം. 4 ഗുണിക്കണം 4 16 മൈനസ് 4 പ്ലസ് 2 ഗുണിക്കണം 12 24. ഇനിയിപ്പോ ഇതിലെവിടെയും ഗുണനമോ ഹരണമോ ഇല്ല. പിന്നെ ചെയ്യുന്നത് പ്ലസ് ആണ്. പ്ലസ് 10 പ്ലസ് 30 40 40 മൈനസ് 4 36 ബൈ 16 24 40 മൈനസ് 4 36 36 ബൈ 36 എത്രയാണ്?
1 ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, 169, 225, 287, 369 ഇതിൽ ചേരാത്തത് ഏത്? 169, 225, 287, 361 ഈ 4 സംഖ്യ തന്നു. ഇവിടെയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ആ സംഖ്യകളെ കുറിച്ച് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതെന്താണെന്നറിയോ? ഇത് 13 സ്ക്വയർ ആണ്. ഇതെന്താണെന്നറിയോ? ഇത് 15 സ്ക്വയർ ആണ്. ഇതെന്തോന്നറിയോ? 19 സ്ക്വയർ ആണ്. ഇത് അക്കൂട്ടത്തിൽ വരുന്നില്ല. അതായത് ഇതെല്ലാം വർഗസംഖ്യകളാണ്. 257 സാധാരണ ഒരു എണ്ണ സംഖ്യയാണ്. അതാണ് ഈ കൂട്ടത്തിലെ ഒറ്റയാണ്.